സഹോദരി സഹോദരന്മാരെ, ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, യുവചേതന വായനശാലയുടെ 37ാമത് വാർഷികം ഇന്ന് രാവിലെ 9 മണിക്ക് വായനശാല 87-ൽ രൂപം കൊടുത്തത് മുതൽ ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രസിഡൻ്റായി തുടർന്നു പോന്ന സത്യേട്ടൻ കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം 85ഓളം വരുന്ന കുട്ടികളും മുതിർന്നവരുമൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ മലഞ്ചിറ ഗ്രാമത്തിൻ്റെ ഉത്സവമാക്കി ഇതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് വരെ ആ പരിപാടി തുടർന്നു പോരുകയായിരുന്നു. ഇനിയും ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ചില പരിപാടികൾ കൂടി നമുക്ക് ഈ വേദിയിൽ അവതരിപ്പിക്കേണ്ടതുമുണ്ട്. ഈ സംസ്കാര സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം. സ്വാഗതം ആശംസിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മാറാക്കര പഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പിറവിയെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിലാദ്യത്തേത് എന്ന് പറയാവുന്നത് FAC ആയിരുന്നു, ഫ്രണ്ട്സ് ആർട്സ് ക്ലബ്ബ്. ഒരു കാലഘട്ടത്തിൽ 1970കളുടെ ആദ്യപാദം മുതൽ 80കളുടെ മധ്യഭാഗം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മാറാക്കരയുടെ സാംസ്കാരിക മണ്ഡലം മുഴുവൻ തന്നെ ഏതാണ്ട് അടയ്ക്കുവാനിരുന്നത് FAC ആയിരുന്നു. പിന്നീട് ആ FACയിൽ നിന്നും കവിത രൂപം കൊണ്ടു. FACയുടെ ആസ്ഥാനം നമ്മുടെ മലഞ്ചിറ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രദേശമായിരുന്നു ആദ്യം. പിന്നീടത് നമ്മുടെ പാടത്തുള്ള വീഡിയോയിലേക്ക് മാറ്റിക്കപ്പെടുകയുണ്ടായി. അതിൽ നിന്നുമാണ് പിന്നെ കവിത പിറവിയെടുക്കുന്നത്. കവിത രണ്ടത്താണി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ രണ്ടുമാണ് മാറാക്കരുടെ സാംസ്കാരിക മേഖലക്കകത്ത് ആദ്യമായി കാലുവെച്ചിട്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ. പക്ഷെ അതെല്ലാം തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കാലാകാലം നിറവേറ്റതിൽ നിന്ന് കഴിയാത്ത രൂപത്തിലേക്ക് അതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ പിന്നീട് നിലനിന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഗ്രന്ഥശാലകളുടെ കാര്യം, പിന്നീടാണ് ഗ്രന്ഥശാലകൾ മാറാക്കര ഉത്ഭവിക്കുന്നത്. ആദ്യത്തെ മാറാക്കര ഗ്രന്ഥശാല ഉത്ഭവിക്കുന്നത് മാറാക്കര UP സ്കൂളിൻ്റെ അങ്കണത്തിലാണ്. അതേതാണ്ട് 70കളുടെ ആദ്യപാദത്തിലാണ്. ആ വായനശാലയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറച്ച് കാലഘട്ടമാണ് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീടത് അതിനകത്തുണ്ടായ ചില അന്തഛിദ്രങ്ങളുടെ ഭാഗമായി അതിൻ്റെ പുസ്തകങ്ങൾ കിണറ്റിലേക്കിടലും ഒരുപാട് വിഷയങ്ങളും ആ കാലഘട്ടത്തിലുണ്ടായി. ഞാനത് പറയുമ്പോൾ അത്രത്തോളം ആധികാരികമായിരിക്കണമെന്നില്ല, കാരണം ഞാൻ ആ കാലത്തെ ഒരു പിഞ്ചു കുഞ്ഞാണ്. എന്നാലും സ്മരിച്ചുകൊണ്ട് പോകണമെന്നുള്ളത് കൊണ്ടാണ് അത്തരങ്ങൾ വളരെ ചെറുതായി മാത്രം പ്രതിപാദിച്ചു കൊണ്ടുപോകണം ഉദ്ദേശിച്ചത്. പിന്നീട് രൂപം കൊള്ളുന്നത് ചേലക്കുത്താസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവജീവൻ വായനശാലയാണ്. അതെന്നും ഒരർത്ഥത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ, എന്നാൽ വലിയ രൂപത്തിലല്ലെങ്കിലും നിലനിന്നു പോകുന്നുണ്ട്. അത് രൂപം കൊള്ളുന്നത് 1978ലാണ്. 1978ലാണ് നവജീവൻ രൂപം കൊള്ളുന്നത്. അതെന്നും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നീട് 1980കളുടെ ആദ്യപാദത്തിൽ നമ്മുടെ മരുതഞ്ചിറയിലാണ് പിന്നീട് വരുന്ന ലൈബ്രറി രൂപം കൊള്ളുന്നത്. അത് യുവചേതനയല്ല, PK മെമ്മോറിയൽ വായനശാലയാണ്. ഞാൻ പറഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ 80ലാണ് ഞാൻ 8ാം ക്ലാസ് പഠിക്കുക. എന്നാലും എനിക്ക് അതിൻ്റെ രൂപം കൊണ്ടാവുക കാലഘട്ടം അറിയാം, അതിൻ്റെ പ്രവർത്തകരെയും അറിയാം. സാദിഖലിയൊക്കെ അതിൻ്റെ പ്രവർത്തകനാണ്. നമ്മളെ കൂടെ ഇന്ന് യുവജനങ്ങളുടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന സാദിഖലി, അതുപോലെ ബാവ,
ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവരൊക്കെ അതിൻ്റെ സജീവമായ പ്രവർത്തകരായിരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ മലയഞ്ചേരിയിൽ ആദ്യത്തെ വായനശാല PK മെമ്മോറിയലായിരുന്നു. നിർഭാഗ്യവശാൽ അതും വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രം അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ നിന്ന സമയത്ത് ഞാനും സത്യേട്ടനുമൊക്കെ അതിൻ്റെ ആളുകളുമായി ഞങ്ങളൊരു വായനശാല പ്രവർത്തിക്കണം ഉദ്ദേശിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ നല്ല വല്ല പുസ്തകങ്ങളും ഉണ്ടെങ്കിൽ തന്നാൽ ഞങ്ങളത് സംരക്ഷിച്ച് ഞങ്ങളുടെ വായനശാലത്തേക്ക് വെക്കാമെന്നുള്ള അഭിപ്രായമൊക്കെ ഞാനും സത്യേട്ടനുമൊക്കെയുള്ള ആളുകൾ അതിൻ്റെ ശിഷ്ടഭാഗങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന ആളുകളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. പക്ഷേ ആ അർത്ഥത്തിൽ അത് വലിയ പോസിറ്റീവായിട്ട് അവരെടുത്തില്ല. ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും മലയഞ്ചേരിയിൽ 1986 അന്നത്തെ കുറേ ചെറുപ്പക്കാർ, അന്ന് എനിക്ക് 19 വയസ്സാണ്, കൂടിയിരുന്നത് കൊണ്ട് നമ്മുടെ യൂസഫ് ഹാജിയുടെ കെട്ടിടത്തിന് മുകളിൽ റൂമിൽ കൂടിയിരുന്നത് കൊണ്ട് മലയഞ്ചേരിയിൽ ഇങ്ങനെ ഒരു വായനശാലയ്ക്ക് രൂപം കൊടുക്കണമെന്ന ചർച്ച നടന്നു. ഞാനൊരു 5 മിനിറ്റ് പറയുന്നതിൽ ആരും പരിഭവിക്കരുത്, ചരിത്രം പറയണമല്ലോ. ചരിത്രം മറന്നു പോകുന്നതൊന്നും ശരിയല്ല, ചരിത്രം എന്നും ഓർക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കുറച്ച് ചെറുപ്പക്കാരും ഞങ്ങൾക്ക് നേതൃത്വമായി CK എന്ന് പറഞ്ഞ C കുഞ്ഞു മുഹമ്മദും സത്യേട്ടനെ പോലെയുള്ളവരുമൊക്കെ ഇരുന്നു കൊണ്ട് വായനശാല രൂപീകരിക്കുന്നതിന് ആവശ്യമായ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ആ കമ്മിറ്റിയിലാണ് എന്നെ അതിൻ്റെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. അന്ന് അതിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ സെക്രട്ടറി, അതിലെ പ്രസിഡൻറ്റും. പിന്നീട് 1987 ഏതാണ്ട് 6 മാസത്തോളം ഞങ്ങൾ മാറാക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ, അന്നുണ്ടായിരുന്ന കുറേ ആളുകളുണ്ട്. സാദിഖലിയുണ്ട്, ഇന്ന് ഗൾഫിലുള്ള വിശ്വംഭരനുണ്ട്, സത്യേട്ടൻ, CK ഉണ്ട്, ഇങ്ങനെ കുറേ ആളുകൾ. എല്ലാവരും പേരും എടുത്ത് പറയും. ഇപ്പോഴുള്ള ചെറുപ്പക്കാർ ജാബറിനെ പോലുള്ളവരൊന്നും ആ കാലത്ത് എത്തിയിട്ടില്ല. മാറാക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു വലിയ തുണിസഞ്ചി ചുമലിൽ തൂക്കി രണ്ടത്താണി മുതൽ കരേക്കാട് വരെയുള്ള മുഴുവൻ വീടുകളും മരിച്ചു പെറുക്കിക്കൊണ്ട് 739 പുസ്തകമാണ് ഞങ്ങൾക്കന്ന് ശേഖരിക്കാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ കൂടെ 50 ആജീവകാല മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അന്ന് ആജീവകാല മെമ്പർഷിപ്പിന് 50 രൂപയായിരുന്നു. അന്ന് 50 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ 50 രൂപ. പക്ഷേ അന്ന് ഒരു ദിവസം വൈകുന്നേരം വരെ പണിയെടുത്താൽ 50 രൂപ കിട്ടാത്തൊരു കാലഘട്ടമാണ്. ഒരു ദിവസത്തെ പണിക്കൂലി 25 രൂപ പണിയെടുക്കുന്ന കാലഘട്ടത്തിലാണ് 50 രൂപ അതിനു വേണ്ടി ആജീവകാല മെമ്പർഷിപ്പിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടത്. ഏതായാലും ഇത്തരം സാംസ്കാരിക സ്ഥാപനത്തിൽ ഈ നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഞങ്ങളുടെ അഭ്യർത്ഥനയെ വളരെ നല്ല രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് 50 മെമ്പർഷിപ്പ് ആയപ്പോൾ ഞങ്ങൾ തൽക്കാലം നിർത്തി വെച്ചു. അങ്ങനെ 739 പുസ്തകവും 50 മെമ്പർഷിപ്പുമായി തയ്യൽ യൂസഫ് ഹാജിയുടെ കെട്ടിടത്തുകളിൽ മാസത്തിൽ 50 രൂപ വാടക കൊടുത്തുകൊണ്ട് യുവചേതന 1977 അന്നത്തെ ഗ്രന്ഥശാലാ സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി മങ്കട അഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. MG നീലകണ്ഠൻ മാസ്റ്റർ ആയിരുന്നു അധ്യക്ഷൻ. അതായിരുന്നു നമ്മുടെ വായനശാലയുടെ പിറവിയെടുത്ത സന്ദർഭം. അങ്ങനെ പിറവിയെടുത്ത വായനശാല പിന്നീട് നിരന്തരം വരുന്ന ചെറിയ ചെറിയ പരിപാടികൾ മലയഞ്ചേരിയിലെ ആബാലവൃദ്ധൻ ജനങ്ങളെ ഒരു ചങ്ങലക്കണ്ണികളായി കോർത്തുകൊണ്ട് നിരന്തരം ചെറിയ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ടുവന്നു. ആദ്യം രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തി രക്തദാന സേനയുണ്ടാക്കി. നിരവധി വരുന്ന ചെറുപ്പക്കാർ അതിലൂടെ നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വന്നു. പിന്നീട് ഞങ്ങൾ ടൂർണമെൻറ്റുകൾ നടത്തി, ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്തി. ഞാൻ ഓർക്കുന്നു, അപ്പോഴത്തേക്ക് നമ്മുടെ മജീദും ജാബറും ഒക്കെ രംഗത്ത് പ്രവേശനം ചെയ്തു. വായനശാലയ്ക്ക് ഒരു പുതിയ മുഖമുണ്ടാകുകയാണ്. പുതിയ ചെറുപ്പക്കാർ, പുതിയ തലമുറ കടന്നു വരികയാണ്. നമ്മൾ ഇവിടപ്പാടത്തും മരിക്കരപ്പാടത്തുമൊക്കെ വെച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി. ആദ്യത്തെ ടൂർണമെൻറ്റിൽ ബാക്കിയായ പണം കൊണ്ടാണ് വായനശാലയ്ക്ക് ആദ്യത്തെ TV വാങ്ങുന്നത്. അപ്പോഴത്തേക്ക് വായനശാല ഇങ്ങനെ മുകളിൽ ചുരുങ്ങിക്കൂടിയിരുന്നാൽ പോരാ, ഇത് ഒന്നുകൂടി ഇറങ്ങാൻ താഴത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാബറിനെ പോലുള്ളവർ എന്നാലും അത് കമ്മിറ്റി ഏറ്റെടുക്കുന്നു. വായനശാല മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നു. പിന്നീട് ടൂർണമെൻറ്റുകളിൽ നമ്മൾ കോച്ചിങ് ക്യാമ്പിലേക്ക് നീങ്ങി. ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിലേക്ക് ചെറുക്ക ക്ലാസ്സുള്ള പാടത്ത് വെച്ച് 10 ദിവസം നീണ്ടേക്കുന്ന ഒരു ക്രിസ്മസ് വെക്കേഷനിൽ ഒരു ക്യാമ്പ് നടക്കുന്നു. ഡോക്ടർ KP ഹുസൈൻ മാസ്റ്റർ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ ക്യാമ്പ്. പിന്നെ രണ്ടാമത്തെ ക്യാമ്പ് AC എരപ്പ് ഗ്രൗണ്ടിൽ വെച്ചാണ്. ആ ക്യാമ്പ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ അനുഭവങ്ങൾ സംഭാവന ചെയ്തായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. ജാബറും മജീദും ഒക്കെ അതിൻ്റെ സംഘാടകനാണ്. സുബ്രഹ്മണ്യൻ പാസനായിരുന്നു അതിൻ്റെ നേതൃത്വം കൊടുത്തയാൾ, അല്ലേ? ഹുസൈൻ മാഷുണ്ട്. ഞങ്ങളവിടെ ഒരു 10-15 ആളുകൾ ട്രെയിനിങ്ങിന് വരുന്നു.
2 കുട്ടികൾ ഏത് രാജ്യത്തിൻ്റെ ഡ്രസ്സാക്കി ശല്യ അതിട്ട് 2 കുട്ടികൾ ഞങ്ങളോട് ജാബിറിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, കാക്ക ഞങ്ങളെയും കൂട്ടുമോ ചോദിക്കും. അപ്പോൾ ജാബിറും മജീദും ഞാനൊക്കെ പറഞ്ഞു എന്നെ കൂട്ടാൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവരെ ചുമലിൽ പിടിച്ച് ഞങ്ങൾ കൊണ്ടെടുത്തു. അതിൽ ഒരാളാണ് ഇന്ന് കേരളത്തിലെ സന്തോഷ് ട്രോഫിക്ക് വേണ്ടി കളിക്കുന്ന അബ്ദുൾ റഹീം എന്ന കുട്ടി. യുവജനതയ്ക്ക് അഭിമാനമുണ്ട്. നമ്മുടെ കോച്ചിങ് ക്യാമ്പിലേക്ക് ആദ്യമായി കടന്നു വന്നൊരു കുട്ടി ഇന്ന് ഫുട്ബോൾ കളിച്ച് സന്തോഷ് ട്രോഫി കളിച്ച് റെയിൽവേയിൽ ജോലി നേടി ഇന്ന് റെയിൽവേക്ക് വേണ്ടി കളിക്കുന്നു. നമ്മുടെ കല്ലൻ ഉസ്മാക്ക് അവിടെ ഉണ്ട്. ഉസ്മാഖാൻ്റെ അടുത്ത ബന്ധുവാണ്, രണ്ടത്താണ് സാറുണ്ട്, ഇവിടെയൊക്കെ ബന്ധുവാണ് ആ കുട്ടി. അപ്പോൾ അവൻ ഫുട്ബോളിലേക്ക് പിച്ച വെച്ചത് വായനശാലയുടെ 10 ദിവസം നീണ്ടുന്ന ഒരു ക്യാമ്പ്. ആ ക്യാമ്പ് ചെറിയ ക്യാമ്പൊന്നും ആയിരുന്നില്ല കേട്ടോ. അല്ലാദ്യം പറഞ്ഞു, അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു രണ്ടാൾ പേരും ചേർത്ത് പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ അനുജൻ്റെ കുട്ടിയായിട്ട് വരും, അനുജൻ്റെ കുട്ടി. അപ്പോൾ അന്നത്തെ ക്യാമ്പ് വളരെ വലിയ ക്യാമ്പായിരുന്നു. അത് വെറും കളിയൊന്നുമില്ല, കളി കഴിയുമ്പോഴേക്ക് കോഴിമുട്ടയും പാലൊക്കെ ജാബിറിനെ കൊണ്ടുവരായിരുന്നു. അല്ല അങ്ങനെയായിരുന്നു, കോഴിമുട്ട പാല് ഇതൊക്കെ നല്ല ക്യാമ്പായിരുന്നു. ഞാൻ പറയുന്നത് വായനശാല ഈ രൂപത്തിലെത്തുന്നതിന് മുൻപ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ള നിരവധി വരുന്ന പ്രവർത്തന പരിപാടികളെ ഒന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രം. പിന്നീട് പുസ്തക പ്രസാദനം ഞങ്ങൾ നടത്തി. അതൊക്കെ ജാബറിൻ്റെയും ഒക്കെ മൈദിനൊക്കെ പങ്ക് വലുതാണ്. നേതൃത്വം കൊടുക്കാൻ വേണ്ടി സെക്രട്ടറിയായി നിന്നു എന്നുള്ളതാണ്, പ്രസിഡൻ്റായി നിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം. പക്ഷേ അന്നത്തെ ചെറുപ്പക്കാർ ഇന്നതുപോലെ പുതിയ ചെറുപ്പക്കാർ ഞങ്ങൾക്കുണ്ട്. നസീറിനെ പോലെ ആനിഫയെ പോലെയൊക്കെയുള്ള വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തകരിൽ നിന്ന് പുതിയ തലമുറ ഞാൻ അവിടത്തേക്ക് വരാം. അപ്പോൾ അന്നത്തെ അതിലൂടെ പുസ്തക പ്രസാദനം നമ്മൾ നടത്തി. സാധാരണക്കാരനെ ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പുസ്തകത്തിൽ ആയിക്കൊണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ കെട്ടിടത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകുമാരേട്ടൻ്റെ ബിൽഡിങ്ങിലേക്ക് വായനശാല മാറ്റി. അങ്ങനെ അതിങ്ങനെ പൂച്ച കുട്ടികളെ കൊണ്ട്, പൂച്ച 7 എല്ലാം കടത്തുന്നുള്ള പറയാം, പൂച്ച കുട്ടികളെ കൊണ്ടുപോയത് ഞങ്ങൾ ഓരോ സൗകര്യങ്ങൾ നോക്കി ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സ്വന്തമായൊരു കെട്ടിടം വേണമെന്ന ആശയം ഞങ്ങളിൽ ഉദിക്കുന്നത്. അതിനാവശ്യമായി ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു തുലാഭാരം, KPS തുലാഭാരം നാടകം കൊണ്ടുവന്ന് ടിക്കറ്റ് വെച്ച് മൈത്രിയിൽ വെച്ച് കളിച്ചു. അതിൽ ഞങ്ങൾ 70,000 രൂപ ബാക്കിയാക്കി. അതിനുവേണ്ടിയാണ് പുസ്തക പ്രസാദനം നടത്തിയത്. അതുവഴി ഞങ്ങൾ സ്വരൂപിച്ചു ഏതാണ്ട് 1,00,000-ഓളം രൂപ അന്നത്തെ. അങ്ങനെ ഈ കാണുന്ന അതിമനോഹരമായ കെട്ടിടം, ഒരു പൊതുവിദ്യാലയം ഇപ്പുറത്തും ഒരു പൊതുജന വായനശാല നേരെ മുൻപിലും, കേരളത്തിൻ്റെ അപൂർവമായ കാഴ്ചകളിലൊന്നായിരിക്കും ഒരു പൊതുവിദ്യാലയവും പൊതുവായനശാലയും ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുന്ന കാഴ്ച കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ വളരെ വിരളമായി കാണും. അത്തരത്തിൽ ഈ വിദ്യാലയത്തിന് മുന്നിൽ ഒരു കെട്ടിടത്തിലേക്ക് ഞങ്ങൾ വരുന്നു. അങ്ങനെ വന്ന് വർഷത്തിൽ 20ഓളം വരുന്ന പുസ്തക ചർച്ചകൾ, ക്വിസ് മത്സരങ്ങൾ, വായനാ മത്സരങ്ങൾ, നിരവധി വരുന്ന ഗ്രാമോത്സവങ്ങൾ. ഇന്ന് നമ്മൾ നടത്തിയ ഗ്രാമോത്സവത്തിൻ്റെ 10 മടങ്ങ് വലിയ ഗ്രാമോത്സവങ്ങൾ. അത്തരമൊരു ഗ്രാമോത്സവങ്ങളാണ് ഞങ്ങൾ ദേവനന്ദയെ കണ്ടെത്തിയത്. ആദ്യം നടന്ന ഗ്രാമോത്സവത്തിൽ ചെറിയ കുട്ടിയായിരുന്നു. ദേവനന്ദയിലെ കലാകാരിയെ തിരിച്ചറിയുന്നത് ആ ഗ്രാമോത്സവമായിരുന്നു. നിരവധി വേദികൾ, നിരവധി അവസരങ്ങൾ ആ ദേവനന്ദയ്ക്ക് കൈവന്നു. ഇത് മുഖാന്തരം നേതാ കുട്ടി സ്വന്തം കവിതയോട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു ഗ്രന്ഥശാല ഉണ്ടായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയുടെ കവിതയോട് അവതരിപ്പിച്ചത്. ആ കുട്ടി ഏതാണ്ട് 75ഓളം കവിതകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ പുസ്തകം പ്രസാദനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ്, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നിരവധി വരുന്ന ഗ്രാമോത്സവങ്ങൾ, അതിലൂടെ നിരവധി പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു. അങ്ങനെ 2019 മലപ്പുറം ജില്ലക്കകത്ത് ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള പുരസ്കാരം യുവജനത്തെ തേടിയെത്തി. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള പുരസ്കാരം യുവജനക്ക് നേടിയെടുക്കാൻ വേണ്ടി 2019 സാധിച്ചത് ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിരുന്നു. ഞാനീ കൂട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല. ഞാൻ ആദ്യം തുടങ്ങിയത് മാറാക്കരയിലെ ആദ്യത്തെ സാംസ്കാരിക പ്രസ്ഥാനം സംബന്ധിച്ച്. അവിടെ നിന്ന് മാറാക്കരയിൽ നിരവധി ക്ലബ്ബുകൾ, നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരുന്നു. എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും അതിൻ്റെ കാലാനുസൃതമായ തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ യുവജനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കാലാനുസൃതമായി പുതുക്കിക്കൊണ്ട് പുതിയ പരിപാടി കയറ്റിക്കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് നിരവധി വരുന്ന പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് യുവചേതന മാറാക്കരയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ തലയുയർത്തി നിൽക്കുന്ന അഭിമാന സ്തംഭമായി മാറി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ 37ാം വാർഷികം ഈ രൂപത്തിലൂടെ ആഘോഷിക്കപ്പെടുന്നത്.
ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലരെ മറന്നു പോകാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ഈ വായനശാലയുടെ പ്രവർത്തനത്തിൽ സജീവമായി ഇന്ന് നമ്മോടൊപ്പമില്ലാത്തവരെ സ്മരിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല. നമ്മുടെ CK ശ്രീകുമാരൻ മാസ്റ്റർ, ഷാഫി മാസ്റ്റർ, റഷീദ് മാസ്റ്റർ, കല്ലായി ബീരാൻ, കല്ലിങ്ങൽ ബഷീർ, തടത്തിൽ കുഞ്ഞുട്ടിയാക്ക, മരുതിഞ്ചറുടെ ഒരു നോവായി മാറിയ മരുതിഞ്ചറുടെ ഗ്രാമോത്സവങ്ങളുടെ സംഘാടകരിൽ പ്രമുഖനായിരുന്ന ശിവദാസൻ, ഇങ്ങനെ നിരവധി വരുന്ന ആളുകൾ നമ്മുടെ ഈ ജൈത്രയാത്രക്കിടയിൽ കുഴഞ്ഞു വീണുപോയി, തളർന്നു വീണുപോയി. പക്ഷേ അവരിൽ നമുക്ക് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ, ഇപ്പം ഈ ഗ്രാമോത്സവം നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ചെറുപ്പക്കാർ വന്നു. ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഞങ്ങൾ നടത്തി. 20 പുതിയ അംഗങ്ങൾ, പുതിയ ചെറുപ്പക്കാർ ഇപ്പോഴും നമ്മുടെ അംഗങ്ങളായി പുതിയതായി ഈ ഘട്ടത്തിൽ ചേർന്നു. ഇങ്ങനെ നിരവധി വരുന്ന പ്രവർത്തകർ നമ്മുടെ മലഞ്ചറിലെ, അതുപോലെ ഈ LP സ്കൂൾ, നമ്മുടെ വായനശാലയുടെ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ സ്കൂളിലെ കുട്ടികളാണ്. ഓരോ വർഷവും 4ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും മെമ്പർഷിപ്പ് ചേർക്കും. പുസ്തകം എടുക്കാൻ പ്രത്യേക സമയം സ്കൂൾ കാണും. അവിടെ ലൈബ്രറി ഉണ്ട്. ദിവസവും 3 മണി കഴിഞ്ഞാൽ ലൈബ്രറി തുറക്കും. 5:30-6 മണി വരെ കുട്ടി തുറന്നിരിക്കാറുണ്ട്. സ്കൂളിലെ കുട്ടികൾ നന്നായി വായിക്കുന്നു. നന്നായി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വർഷം 30, 40, 50 ഒക്കെ പുസ്തകങ്ങൾ വായിച്ച കുട്ടികൾ ഈ സ്കൂളിലുണ്ട്. അതുപോലെ കുട്ടികൾ മാത്രമല്ല, നല്ല വായനക്കാർ, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ വീടുകളിലെ അമ്മമാർ, സഹോദരിമാർ ഇപ്പോൾ പുതിയൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു. 100ഓളം വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പരിപാടി. ആഴ്ചയിൽ ഒരു ദിവസം പുസ്തകവുമായി നമ്മുടെ ലൈബ്രറിയിൽ വീടുകളിൽ പോകും. നന്നായി എടുത്ത് വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ആഴ്ചയിൽ 10 ദിവസം. എന്തായാലും വലിയൊരു മുന്നോട്ട് പോക്ക് കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്ന പുതിയ പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പുതിയ കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും എത്തിച്ചിട്ടുണ്ട്. വായനശാലയിൽ 10,000-ത്തിലധികം വരുന്ന പുസ്തകങ്ങളുണ്ട്. ഇന്ന് 400-ൽ പരം വരുന്ന അംഗങ്ങളുണ്ട്. ഈ 10,000-ത്തിൽ വരുന്ന പുസ്തകങ്ങളിൽ 7,000-ഓളം വരുന്ന പുസ്തകങ്ങൾ ഡാറ്റ എൻട്രി കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞു. ബാക്കി 30% കൂടി ഈ ആഘോഷ പരിപാടികൾക്ക് ശേഷം ഡീറ്റെയിൽസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ പ്ലേ സ്റ്റോറിൽ യുവചേതന വായനശാല ലഭ്യമാവും. അവിടുത്തെ പുസ്തകങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. അത് ഏത് അലമാറക്കകത്ത് ഏത് റാക്കിലിരിക്കുന്നു എന്നുവരെ ഈ മലഞ്ചറിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാവുന്ന രൂപത്തിലേക്കുള്ള ഒരു വലിയ പ്രവർത്തനവുമായി വായനശാല മുന്നോട്ട് വരികയാണ്. ഏതാണ്ട് ഒരു 6 മാസത്തിനകത്ത് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ യുവചേതന ലഭ്യമാവുന്ന രൂപത്തിലേക്ക് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആണ് നമ്മുടെ 37ാമത് വാർഷികം കടന്നു വരുന്നത്. വർഷാവർഷം ഓണാഘോഷങ്ങൾ ഇങ്ങനെ നിരവധി പരിപാടികൾ നടത്തുന്നു. അങ്ങനെ ഈ വർഷം നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഓണാഘോഷം മാറ്റിവെക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സാധാരണ മാർച്ചിൽ നടത്തുന്ന പരിപാടി അത്ര ചൂട് വേണ്ട എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ മാറ്റിയത്, ഡിസംബറിലേക്ക് മാറ്റിയത്. ഇങ്ങനെ പുതിയ പുതിയ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഴുവൻ ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളെയും ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പലതരത്തിലുള്ള വിഭാഗീയതകൾ നാട്ടിലുണ്ട്. ആ വിഭാഗീയതൊന്നും വായനശാലയെ സംബന്ധിച്ച് ബാധിക്കില്ല. ഏറ്റവും നല്ല പൊതുയിടം ഇന്ന് സമയത്ത് നമ്മൾ ആദവനാട് പൗരമിത്രം വായനശാലയ്ക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ ചിലവായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് അനുവദിച്ചത്. ഇങ്ങനെ സർക്കാർ ഏജൻസികൾ നേരിട്ട് കേരള സർക്കാർ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇത്തരം ലൈബ്രറികളെ വളരെ നല്ല രൂപത്തിൽ ഏറ്റെടുക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കാലത്ത് ഇത്തരം ഒരു വേദി ഒരുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിർബന്ധമായ കർത്തവ്യം. ഞാനതിലേക്ക് പോവുകയാണ്. അല്പം എൻ്റെ സ്വാഗത പ്രസംഗം നീണ്ടുപോയി എന്നുള്ളത് സ്വയം ഉൾക്കൊള്ളുന്നു. അതിന് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് CWC മെമ്പറും വായനശാലയുടെ ഭരണസമിതി അംഗവുമായുള്ള അഡ്വക്കേറ്റ് P. ജാബറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രന്ഥകാരനും ചരിത്രകാരനും എഴുത്തുകാരനും ബോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാനുമായ നമ്മൾക്കേവർക്കും നമ്മുടെ നാട്ടുകാരനായ ഏവർക്കും സുപരിചിതനായ ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി അവർകളാണ്. അദ്ദേഹത്തെ യുവചേതനയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത്
കെ പി നാരായണൻ യാതൊരുവിധ ആവശ്യമില്ലാത്ത മാറാക്കരയുടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവചേതനെ സംബന്ധിച്ചിടത്തോളം യുവചേതനയുടെ വളർച്ചയിൽ അതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങളെ വലിയ രൂപത്തിൽ സഹായിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. വേദിയിലുണ്ട്. അദ്ദേഹത്തെ യുവചേതനയ്ക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ എത്തിയിട്ടില്ല, എത്താമെന്ന് ഏറ്റിരുന്നു, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഷക്കും സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത മാറാക്കര ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് പി മൊയ്തീൻകുട്ടി. അദ്ദേഹം എത്തിയില്ല. അദ്ദേഹം പെരുമ്പാവൂരിലൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് വിളിച്ച് അറിയിച്ചിരുന്നു. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് പോയതാണ്. എത്തിയതായും എൻ്റെ ആശംസ അറിയിച്ചതായും പരിഗണിക്കണമെന്ന് സമ്മേളനത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാനത് അറിയിക്കുകയാണ്. മറ്റൊന്ന് മാനു പൂക്കയിലാണ്. മാനു പൂക്കയിൽ ഇവിടെ എത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗമായ എ കെ സുധാകരനാണ്. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഈ സ്കൂളിൻ്റെ ഹെഡ് ടീച്ചർ ഫസീല ടീച്ചർ ഞങ്ങളുടെ വായനശാലയുടെ പ്രവർത്തനവുമായി നിരന്തരമായി ഈ വായനശാല സ്കൂൾ വന്നാൽ ഒരു അമ്മ പെറ്റ രണ്ട് മക്കളെ പോലെ, ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും അത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ ഒരു വായനശാലയും ഒരു പൊതു വായനശാലയും ഒരു വിദ്യാലയം ആ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുമായി നിരന്തരം സഹകരിക്കുകയും തിരിച്ചു ആ സഹകരണം ഞങ്ങളെ കൊണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഫസീല ടീച്ചറുടെ അവരെ യുവജനങ്ങൾക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അഹമ്മദ് കുട്ടി കാടാമ്പുഴ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ ബിന്നേഴ്സ് കോളേജിൻ്റെ MD കൂടിയാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, നവാഗത എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒന്ന് രണ്ടെണ്ണം പ്രകാശനം ചെയ്ത് നമ്മുടെ രണ്ടാത്താണ് സാറാണ്. ആദ്യത്തെ പുസ്തകം സന്തുഷ്ട കുടുംബജീവിതത്തിൻ്റെ രസതന്ത്രം, രണ്ടാമത്തേത് മണലോർമ്മകൾ, മൂന്നാമത്തേത് നിയോമിലെ കഥാകാരൻ. ഈ പുസ്തകങ്ങളൊക്കെ പ്രസാധനമാണെങ്കിൽ ലൈബ്രറി കൗൺസിലിലെ പ്രതിനിധി എന്നുള്ളതൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടിയും മാറാക്കലിലെ എല്ലാ ലൈബ്രറികൾക്ക് വേണ്ടിയും ഏറ്റുവാങ്ങാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാനെന്നുള്ളതുകൊണ്ട് ആ അവസരം അതുകൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നു. എൻ്റെ സുഹൃത്തു കൂടിയാണ് അഹമ്മദ് കുട്ടി കടാമ്പുഴയെ. യുവചേതന വായനശാലയ്ക്ക് വേണ്ടി ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് മലഞ്ചിറയിലെ YSSC. ഞാൻ നേരത്തെ സ്വാഗതം പറയാൻ വിട്ടുപോയതാണ്. 80കളുടെ ആദ്യപാദത്തിൽ മലഞ്ചിറയിൽ രൂപം കൊണ്ട് മാറാക്കരയുടെ പൊതുവികാരമായി ഇടക്കാലത്ത് അല്പം പുറകോട്ട് പോയെങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായി വലിയൊരു ചെറുപ്പക്കാരുടെ നില തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് മലഞ്ചിറയെ സ്പോർട്സ് രംഗത്ത് കായിക രംഗത്ത് വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തുന്ന YSSCയുടെ സെക്രട്ടറിയാണ് അമീർ. അമീറിവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആയിക്കോ, സോറി, അമീർ വേദിയിലുണ്ട്. അമീറിനെ ആത്മാർത്ഥമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തൊരു അജണ്ട ഉള്ളത്, ഇവിടെ ചില ആദരിക്കലുണ്ട്, അവരെ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് നമ്മുടെ കല്ലൻ ഉസ്മാൻ അവർകളാണ്. സമാനതകളില്ലാത്ത പാലിയേറ്റീവ് പ്രവർത്തനം മാറാക്കരയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വളരെ ഭംഗിയായി നടത്തുന്ന റെഡ് സ്റ്റാർ മാറാക്കര പാലിയേറ്റീവ് ഇതിൻ്റെ ചെയർമാൻ ആണ് ഉസ്മാക്ക. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിദ്ദീഖ് തയ്യിൽ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടല്ല. നമ്മുടെ മലഞ്ചിറയിൽ നിന്ന് വളരെ ചെറിയ രൂപത്തിൽ ഉയർന്നു ഇന്ന് കേരളത്തിലെ തന്നെ വലിയ സംരംഭകനായി മാറിയ ഊർജ്ജസ്വലനായ യുവ സംരംഭകനായി മാറിയ അൽദാൻ ഗ്രൂപ്പിൻ്റെ MD സിദ്ദീഖ് തയ്യിൽ സാഹിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് വിവേക് ശ്രീകുമാറാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അത് ബൈക്ക് റേസാണ്. ലഡാക്കിലെ 24 പാസുകളും കവർ ചെയ്ത ഏതാണ്ട് 20ഓളം വരുന്ന സംഘത്തിലെ ഒരാളായിരുന്നു. വായനശാലയുടെ അംഗം കൂടിയാണ്. വിവേക് ശ്രീകുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഔപചാരികത പേരിൽ ഞങ്ങൾ ആദരിക്കുന്നു. ഞങ്ങളുടെ 37 വർഷക്കാലം ഈ വായനശാലയുടെ പ്രസിഡൻ്റായിരുന്ന സത്യേട്ടനെ ഇപ്പോഴും സജീവമാണ്. കഴിഞ്ഞ ദിവസവും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും വിളിച്ചുകൊണ്ട് എവിടെയായിരുന്നു സ്കോഡ് പോകേണ്ടത്, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ പോലും സ്കോഡിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും ഇതിൻ്റെ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന സത്യേട്ടനെ ഈ വേദിയിൽ ഒന്ന് ആദരിക്കണമെന്ന് ഞങ്ങളുടെ വായനശാലയുടെ യുവാക്കളായ പ്രവർത്തകർ പറയുകയാണ്.
അതുകൊണ്ട് സത്യേട്ടനെ ആദരിക്കപ്പെടുന്നു. സത്യേട്ടനെ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് വൃന്ദ അജേഷ്, മലപ്പുറം ജില്ലാ കായികമേളയിലെ ക്രിക്കറ്റ് ടീമിൽ ജില്ലയിൽ വെള്ളി മെഡലാണ് നേടിയത് ജില്ലയിൽ വെള്ളി മെഡൽ നേടിയ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും നല്ല കളിക്കാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട വൃന്ദ അജേഷ് നമ്മുടെ വായനശാലയുടെ അംഗമായ അജേഷിൻ്റെ നമ്മുടെ വായനശാലയുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ കൂടി അംഗമാണ്. ഇന്ന് രാവിലെ മുതൽ ആ കുടുംബം മുഴുവനോടെ സജീവമായിട്ടുണ്ട്. വൃന്ദ അജേഷിനെ യുവചേതന വായനശാലയ്ക്ക് വേണ്ടി ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് ദേവനന്ദയാണ്. ഞാൻ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു. ആ കുട്ടി ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമോത്സവത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു നല്ല കലാകാരി, ഇപ്പോൾ ഒരു ബാല കവയത്രിയായി ഏതാണ്ട് 75ഓളം കവിതകൾ എഴുതി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലൈബ്രറി കലോത്സവങ്ങളിൽ താലൂക്കിലും ജില്ലയിലുമൊക്കെ 1ാം സ്ഥാനം നേടി. ഇപ്പോൾ ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനം കവിതാരചനയിൽ നേടി. ബോൾ ബാഡ്മിൻ്റൺ സംസ്ഥാന കായികമേളയിൽ ഏറ്റവും നല്ല ടീമിലെ അംഗമായി. ആ കുട്ടിയെ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നു. ദേവനന്ദയെ യുവജനക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നന്ദനയാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ബോൾ ബാഡ്മിൻ്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കിരീടത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിലെ അംഗമായിരുന്നു നന്ദന. നമ്മുടെ വായനശാലയുടെ ബാലവേദിയിൽ അംഗങ്ങളാണ് ഈ പറഞ്ഞ 2 കുട്ടികളും. അവരെ നന്ദനയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിക്കാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ പ്രൊഫസർ ഷമീറ നമ്മുടെ വായനശാലയുടെ ഭരണസമിതി അംഗം കൂടിയാണ്. ഷമീറയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ മറ്റൊന്നിൽ നന്ദി പറയുന്നത് വായനശാലയുടെ പുതിയ പ്രസിഡൻ്റാണ് മജീസ് മാഷ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വായനശാലയുടെ ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10-15 ദിവസമായി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ നസീറുണ്ട്, അനീഫയുണ്ട്, പ്രകാശനുണ്ട്, വിദ്യാധരനുണ്ട്, ഉണ്ണികൃഷ്ണൻ മാഷുണ്ട്, സിയാവുണ്ട്. ഞാൻ എണ്ണി പറഞ്ഞില്ല, വളരെ വിട്ടുപോയിട്ടുണ്ടാകാം, ക്ഷമിക്കണം. എല്ലാവരുടെയും പേര് എഴുതിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെയും, അതുപോലെ ഭരണസമിതി അംഗമായുള്ള സതിയുടെ ഉണ്ട്, രൂപശ്രീ ഉണ്ട്, എല്ലാവരെയും ആത്മാർത്ഥമായി ഒന്നുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് രാവിലെ മുതൽ ഈ പരിപാടി വീക്ഷിക്കുന്നതിനും പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി സജീവമായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും എൻ്റെ കുട്ടികളെയും എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.